ചില സ്നേഹം നിറഞ്ഞവർ ഇന്ന് ഡിസംബർ 8-ാം തീയതിയാണ് പരിശുദ്ധ കന്യാമറിയത്തിന്റെ അമലോത്ഭവ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്ന ദിവസമാണ്. തിരുനാളിന്റെ മംഗളങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും ആദ്യമേ തന്നെ സ്നേഹപൂർവ്വം നേരുകയാണ്. നമുക്കറിയാവുന്നതുപോലെ പരിശുദ്ധ കന്യാമറിയത്തെ കുറിച്ചുള്ള 4 വിശ്വാസ സത്യങ്ങളിലെ ആദ്യത്തേതാണ് പരിശുദ്ധ കന്യാമറിയത്തിന്റെ അമലോത്ഭവം എന്ന് പറയുന്നത്. അമലോത്ഭവ മാതാവ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? പരിശുദ്ധ കന്യാമറിയം ഉത്ഭവത്താൽ തന്നെ പാപമില്ലാത്തവളായി ജനിച്ചു എന്നുള്ളതാണ്. അത് മറിയത്തിന്റെ ക്രെഡിറ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, മറിച്ച് ഈശോയ്ക്ക് ജനിക്കാൻ വേണ്ടിയിട്ട് പരിശുദ്ധ അമ്മയെ ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ട് അതിൽ ഈശോയുടെ യോഗ്യതയെ പ്രതിയാണ് പരിശുദ്ധ കന്യാമറിയം പാപമില്ലാത്തവളായി ജനിച്ചത്. അത് പരിശുദ്ധ കന്യാമറിയത്തിന്റെ ഒരു യോഗ്യതയല്ല, മറിച്ച് പരിശുദ്ധ കന്യാമറിയത്തെ ദൈവം അപ്രകാരം നിർമ്മിച്ചതാണ്. അല്ലെങ്കിൽ ഈശോയുടെ യോഗ്യതയെ പ്രതി പരിശുദ്ധ കന്യാമറിയത്തെ ഉത്ഭവ പാപമില്ലാത്തവളായി ദൈവം നിർമ്മിച്ചു എന്നാണ് സഭ പഠിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പരിശുദ്ധ കന്യാമറിയത്തിന്റെ ജീവിതത്തിലും ഈശോ വഴിയായിട്ടാണ് ഇത്തരം ഒരു സംഭവം നടന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷഭാഗത്തില് മറിയത്തിന്റെ സ്തോത്രഗീതത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നത്: ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗവും ഈ തിരുനാളിന്റെ ഈ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ നമ്മളും പരിശുദ്ധ കന്യാമറിയത്തെ പോലെ തന്നെ പരിശുദ്ധയായിട്ട് പാപമില്ലാത്തവരായിട്ട് ജീവിക്കാനായിട്ട്, പരിശുദ്ധ കന്യാമറിയത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജനിക്കുമ്പോൾ തന്നെ പാപമില്ല, ജനനത്തിന് ശേഷം ആ ജീവിതകാലത്തുടനീളവും പാപമില്ലാതെ ജീവിച്ചു എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ പരിശുദ്ധ കന്യാമറിയത്തെ പോലെ പരമാവധി പാപങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കാനായിട്ടുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.